ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെ നമുക്ക് കോർണർ കിക്ക് വഴി ഗോൾ നേടാം, അല്ലെങ്കിൽ കോർണർ കിക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാം ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കോർണർ കിക്ക് എടുക്കാൻ അറിയാം, പക്ഷേ ഒട്ടുമിക്ക സമയങ്ങളിലും ഓപ്പോണൻ്റ് ഡിഫൻഡർ അത് ക്ലിയർ ചെയ്യുകയോ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലെയർക്ക് അത് കണക്ട് ചെയ്യാതെ പോകുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കോർണർ കിക്ക് അടിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിനി തോറ്റു നിൽക്കുന്ന മാച്ചോ അല്ലെങ്കിൽ ഡ്രോ പിടിച്ച് നിൽക്കുന്ന മാച്ചുകളായിരിക്കും നമുക്ക് കൂടുതലും കിട്ടാറുള്ളത്. ആ സമയങ്ങളിൽ കോർണർ കിക്ക് വഴി സ്കോർ ചെയ്യാനും അതുവഴി വിൻ എടുക്കാനും നമുക്ക് സാധിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാച്ച് റോൾസിൽ പോവാം. കോർണർ കിക്ക് ടേക്കർ, റൈറ്റ് കോർണർ കിക്ക് ടേക്കർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ലെഫ്റ്റ് കോർണർ കിക്ക് എടുക്കുന്നത് റൈറ്റ് ഫൂട്ടറും റൈറ്റ് കോർണർ കിക്ക് എടുക്കേണ്ടത് ലെഫ്റ്റ് ഫൂട്ടറുമാണ്. മാത്രമല്ല, എടുക്കുന്ന പ്ലെയറിന് കിക്കിംഗ് പവർ കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം കിക്കിംഗ് പവറിനനുസരിച്ച് എടുക്കുന്നതിൻ്റെ സ്പീഡ് കൂടുകയും ഓപ്പോണൻറ്റ് ഡിഫൻഡർ അത് മാർക്ക് ചെയ്യാതെ പെട്ടെന്ന് ഗോൾ സ്കോർ ചെയ്യാനും കഴിയും. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കിക്കിംഗ് പവറും സെറ്റ് പീസ് ടേക്കിംഗ് ഉള്ള പ്ലെയർ വേണം ചൂസ് ചെയ്യാൻ. അറ്റാക്ക് വണ്ണിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ സ്ക്വാഡിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഡിഫൻഡറെ യൂസ് ചെയ്യുക. രണ്ട് ഡിഫൻഡേഴ്സിനെ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല, അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം രണ്ട് ഡിഫൻഡേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ അഥവാ ഇനി ഓപ്പോണൻ്റ് അറ്റാക്ക് പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്കിലോട്ട് ഓപ്പോണൻ്റ് വരുമ്പോൾ അവിടെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ ഡിഫൻഡേഴ്സ് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്തായാലും പൊട്ടും. അതുകൊണ്ട് ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല. അറ്റാക്ക് വണ്ണിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഡിഫൻഡറും അറ്റാക്ക് ടൂവിൽ ഫോർവേഡോ അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ ഏറ്റവും ഹൈറ്റ് കൂടിയോ ഹെഡിങ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറെ മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് നമ്മളുടെ വാണ്ടേക്ക്, അഥവാ നമ്മൾ വേൾഡ് കപ്പിൽ കിട്ടിയ പ്ലെയർ ഓഫ് ദി ഡേ വാണ്ടേക്കിനാണ്. നല്ല ഹെഡിങ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. പിന്നെ എനിക്ക് എല്ലാവർക്കും കിട്ടിയതുപോലെ ഡെയിലി ഗെയിം വഴി കിട്ടിയ റൈക്കാർഡിനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെ കോർണർ കിക്ക് എടുക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഓപ്പോണൻറ്റിൻ്റെ ഒരു ഡിഫൻഡർ അല്ലെങ്കിൽ ഒരു പ്ലെയർ കറക്റ്റ് സെൻറ്ററിൽ അവിടെ നിൽക്കുന്നുണ്ടാവും. അവിടേക്ക് നമ്മുടെ ലൈൻ ഉണ്ടാവില്ല, ആ ലൈൻ കൊണ്ടുവരാം. 6 യാർഡ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡ് അടിയിലോട്ട് സ്വൈപ്പ് ചെയ്യാം. മുകളിലോട്ട് ഒരു 80% മുകളിലോട്ടും ബാക്കി 20% ഒരു കർവ്, ഒരു ചെറിയൊരു കർവ് കൊടുത്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് ലൈൻ വരും. അതുവഴി നമുക്ക് ഗോൾ സ്കോർ ചെയ്യാനും കഴിയും. മനസ്സിലാകാത്തവർക്ക് ഞാൻ ഹാൻഡ് ക്യാം വീഡിയോ ആഡ് ചെയ്തു. ഇതൊരിക്കലും ഫസ്റ്റ് ടൈമിൽ നടക്കില്ല, കാരണം ഇത് ഒരുപാട് പ്രാക്ടീസ് വേണം. ഞാൻ തന്നെ കുറേ തവണ പ്രാക്ടീസ് ചെയ്താണ് ഇത് പഠിച്ചത്. ഒരിക്കലും ഫസ്റ്റ് ടൈമിൽ ശരിയാവില്ല.